സോ ഈ പറഞ്ഞ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ സംരംഭം ഇതൊരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ആര് തുടങ്ങിയാലും ആര് എന്താണ് എപ്പോഴാണുള്ളത് ഒരു പ്രശ്നമില്ല. അത് തുടങ്ങാനുള്ള കുറച്ച് പോയിന്റ്സ് അവർക്ക് വേണം. ആ പോയിന്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ബിസിനസ് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാൻ ശ്രമിക്കാം. സോ ഇതിലിപ്പോ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾക്കും നല്ലൊരു വിധത്തിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലും നല്ലൊരു ജീവിത രീതിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യം നോക്കുന്നവരാണോ? ഇപ്പോഴത്തെ ജീവിത രീതിയിൽ മാറിയിട്ട് എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്ന വരവിനേക്കാളും കൂടുതലാണോ നിങ്ങളുടെ ചെലവ്? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്കുള്ളത്. സോ നിങ്ങൾ എന്താണ് നോക്കുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയുമെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പറ്റി ഉത്സുകരാണോ? എന്താണ് നിങ്ങളുടെ എംബിഷൻ? നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഏത് ജീവിത രീതിയാണ് നിങ്ങൾ ഇപ്പോഴത്തേക്കാളും നല്ല വിധത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നിങ്ങളുടെ അടുത്ത് നല്ല വിധത്തിലുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് ഞങ്ങൾക്ക് ഫുൾ ടീമിനും വിശ്വാസം. അടുത്തത്, ഇത് രണ്ടും ഉണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഈ സംരംഭത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യ ഘടകം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് നമ്മൾ എപ്പോഴും പഠിക്കാനുള്ളൊരു ആങ്ഷൈറ്റി കാണിക്കണം. പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ കളയരുത്. നമ്മൾ എല്ലാതും ആയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വളരെ വിഷമമാണ്. സോ എന്തും എവിടെ നിന്നും കിട്ടിയാൽ പഠിക്കാനുള്ളൊരു തുറന്ന മനസ്സ് കാണിക്കുന്നവർക്ക് ഈ ബിസിനസ് നല്ല ബിസിനസ്സായി. പിന്നെ നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം മാറ്റം വേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ മാറാൻ റെഡിയാണ്. ഈ എന്റെ ജീവിത രീതി, ഇന്നത്തെ ജീവിത രീതിയിൽ എനിക്ക് ഉയർന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നിനുള്ളിൽ എന്തൊക്കെ മാറ്റം വേണം, ആ മാറ്റങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്നാൽ ഈ ബിസിനസ് നിങ്ങൾക്കുള്ളത്. പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ ഈ ബിസിനസ് നിങ്ങൾക്ക്, ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ സ്ലൈഡിലും ഈ 5 പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. ഈ 5 പോയിന്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക്. ഈ പോയിന്റ് ഞങ്ങൾ പറഞ്ഞത് ഈ ബിസിനസ്സിൽ കയറാനുള്ള ഒരു റൂൾസിന്റെ കാര്യമല്ല. ഇത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ 5 പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ സക്സീഡ് ചെയ്യുന്നുള്ളത് 100% ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും. എന്നാൽ ഇതിനെപ്പറ്റി അറിയുന്നതിന് മുന്നേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ അവിടുത്തെ ടെക്നോളജി എന്താണ്, നമ്മുടെ അവിടെ നടക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് നല്ല സക്സീഡ് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ, അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് അവലോകനം നടത്താം. ഇപ്പൊ ഇവിടെ നോക്കുകയാണ്, ആദ്യത്തെ പിക്ചർ ഞാൻ ഇമേജ് വന്നിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാരുള്ളത് 35 വയസ്സിന് താഴെയുള്ളവരാണ്. അത് 65% ഇന്ത്യൻസും 35 വയസ്സിന് താഴെയുള്ളവരാണ്. വേൾഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള കൺട്രി ഇന്ത്യയാണ്. അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടും നമുക്ക് പറയാം. അത് കൂടാതെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളും ഈ 35 വയസ്സിന് താഴെയുള്ളവരും അവര് പണിയെടുക്കുന്നതിന്റെ കൂടെ, ജോലി എടുക്കുന്നതിന്റെ കൂടെ, ശമ്പളം മേടിക്കുന്നതിന്റെ കൂടെ അവരെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ എക്സ്ട്രയ്ക്ക് വേണ്ടി പലരും പല വഴികളും ചെയ്യുന്നുണ്ട്. ചിലർ വെറും കൃഷി മാത്രം ചെയ്യുന്നവരുണ്ട്. IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ പലരും കൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലരും സ്വയമായിട്ട് എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. അത് നമുക്കൊരു വലിയൊരു ഇമ്പോർട്ടൻസ് പറയേണ്ടതാണ്. പിന്നെ രണ്ടാമത്, ഇപ്പൊ ഈ കൊറോണ ടൈം കഴിഞ്ഞ 2 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇ-കോമേഴ്സ് പറഞ്ഞ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയ സമയമാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പക്ഷെ വീട്ടിൽ സാധനങ്ങൾ വേണം. എങ്ങനെ സാധനങ്ങൾ വരുന്നത് മുഴുവൻ ഇ-കോമേഴ്സിലാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ രാത്രി നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആ ഭക്ഷണം വരെ നമുക്ക് വീട്ടിലെത്തിക്കാൻ ആൾക്കാരുണ്ട്. അതേമാതിരി എന്ത് സാധനം, ഇപ്പൊ വീട്ടിലൊരു പെസ്റ്റ് കൺട്രോളിന്റെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു പ്ലംബറിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യന്റെ ആവശ്യമുണ്ട്, എല്ലാം നമുക്ക് ഇ-കോമേഴ്സിലൂടെ കിട്ടും. നമ്മളൊരു ഫോണും നെറ്റും ഉണ്ട്, ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ഇതെല്ലാതും കിട്ടും. ഇപ്പൊ ബിസിനസ് മുഴുവൻ നടക്കുന്ന ഇതാണ്. ഇതൊരു 15 വർഷം മുന്നേ ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് പാറ്റേൺ വരുന്നുണ്ട്. പക്ഷെ
ഈ കൊറോണ സിറ്റുവേഷൻ വന്നതോടെ ഇത് വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. ഇപ്പൊ ഇ കോമേഴ്സ് ആണ് ഏറ്റവും നല്ല ബിസിനസ് എന്ന് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെ കൊണ്ടു നടക്കുന്നു, എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്ട്സ്, എങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പ്ലീസ് ചെയ്യുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുടുംബങ്ങളോ അല്ലെങ്കിൽ ഫാമിലീസ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിന്റെ വിൽപ്പനയാണ് ഏറ്റവും വലുത്. വിച്ച് മീൻസ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ. നമ്മൾ ഡെയിലി ആവശ്യത്തിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു, ആ സാധനങ്ങൾ, ആ പ്രൊഡക്ട്സ് ലൈക്ക് പേസ്റ്റ് അല്ലെങ്കിൽ ബ്രഷ് അല്ലെങ്കിൽ സോപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ആ ഇൻഡസ്ട്രിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. അടുത്തൊരു 2 സ്ലൈഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കാരണവും മനസ്സിലാവും. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പരമ്പരാഗത മാർക്കറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് മാറി പുതിയ മാർക്കറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ശ്രമിച്ചു കാണാം. ഇപ്പൊ നമ്മൾ പണ്ടത്തെ മാർക്കറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അപ്പോൾ ആ പർട്ടിക്കുലർ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ മാളിലേക്കോ സൂപ്പർ മാർക്കറ്റിലേക്കോ നമ്മൾ വണ്ടി എടുത്ത് പോയി സാധനം സെലക്ട് ചെയ്ത് ക്യാഷ് കൊടുത്ത് നമ്മൾ പുറത്തേക്ക് വരുന്നു. അതാണ് ബ്രിക്ക് ആൻഡ് മോട്ടാർ പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്ന ഇമേജ് നിങ്ങളെ കാണുന്ന മൗസ് കാണിക്കുന്നത്. ഇതാണ് നോർമൽ സ്റ്റൈൽ ഓഫ് മാർക്കറ്റിംഗ് ആയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വ്യത്യാസമാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈൻ ആണ് എല്ലാതും. നിങ്ങളുടെ വീട്ടിൽ നെറ്റ് ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ, മൊബൈൽ ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് സാധനവും വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അവര് പ്രൊഡക്ട്സ് നമുക്ക് ഇഷ്ടമാവണം, അവർ കൊണ്ട് തരുന്ന വിധം ഇഷ്ടം. ഇപ്പൊ വീട്ടിൽ ഫിസിയോതെറാപ്പിക്ക് ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ വരെ ബാംഗ്ലൂരിൽ നമുക്ക് ആൾക്കാരെ കിട്ടാൻ സുഖമാണ്. വീട്ടിൽ വന്നിട്ട് എന്ത് പ്ലംബിങ്ങിന്റെയോ ഇലക്ട്രീഷ്യന്റെയോ ഏത് ജോബ് വേണമെന്നുണ്ടോ നമുക്ക് ഓൺലൈനിലൂടെ ആൾക്കാരെ കിട്ടും. ഇപ്പൊ പണ്ടത്തെ മാതിരി പ്ലംബറോ ഇലക്ട്രീഷ്യൻ കിട്ടണമെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് സംസാരിച്ച് ആളുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ പോയി ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അപ്പൊ നമുക്ക് ഇവിടെ ആൾ വരും. അതുകൊണ്ട് ഇപ്പം മാർക്കറ്റിംഗ് സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും വളരെ എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു സാധാരണക്കാരനും മാർക്കറ്റിംഗിലേക്ക് ചെയ്യാൻ പറ്റാവുന്ന, കാരണം അവന്റെ ഫോണിലുണ്ട് അവൻ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം. ഇപ്പൊ അവന് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ മാർക്കറ്റിംഗ്, ട്വിറ്ററിൽ വേണമെങ്കിൽ ചെയ്യാം, ലിങ്ക്ഡിനിൽ വേണമെങ്കിൽ ചെയ്യാം, വാട്സാപ്പിൽ ചെയ്യാം, ഫേസ്ബുക്കിൽ ചെയ്യാം. ഇങ്ങനെ പലവിധ സോഷ്യൽ മീഡിയ ഉണ്ട്. അതിലൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റും, സാധനങ്ങൾ മേടിക്കാനും പറ്റും, സർവീസസും നമുക്ക് മേടിക്കുകയും ചെയ്യാം. വേറെ വലിയവർക്കും ആവശ്യം കൊടുക്കുന്നു. അത് നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിസിബിലിറ്റി കാണിക്കുന്നു, നമ്മൾ എങ്ങനെ അവിടെ നമ്മളെ പേരും കാര്യങ്ങളും വിവരിക്കുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും ബിസിനസ് മുന്നോട്ട് പോവുക. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡും ഇപ്പോഴത്തെ ടെക്നോളജിയും. ഈ ടെക്നോളജിക്കും ട്രെൻഡിനും ഒത്തു നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്താവും. അങ്ങനെ പല കമ്പനികളും പുറത്തായിക്കൊണ്ടും നിൽക്കില്ല. അത് വേറൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ മേടിക്കുക നമുക്ക് നോക്കാം. ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു. അവരുടെ ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് സാധനം ഉണ്ടാക്കിയിട്ട് അവരവിടെ വെക്കും. ഇത് ഞാൻ മേടിക്കണമെങ്കിൽ എനിക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലോ മോളിലോ പോയിട്ട് വേണം ഞാൻ മേടിക്കാൻ. ആ സൂപ്പർ മാർക്കറ്റ് ഷോപ്പിലും മോളിലും ഈ സാധനം എങ്ങനെ എത്തും? ആ സാധനം എത്തണമെങ്കിൽ ഇടയിൽ ഇടനിലക്കാരുണ്ട്. ഈ ഇടനിലക്കാരാണ് നമ്മളെ എന്റെ മാരത്തും നിങ്ങളുടെ മാരത്തും കസ്റ്റമേഴ്സിന് സാധനങ്ങൾ. ഇതെങ്ങനെ എത്തിക്കും? ഇത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഒരു സ്ക്വയർ കാണാം. ആ സ്ക്വയറിൽ കാണിക്കുന്ന നോർമൽ സ്റ്റൈലാണ്. അത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഹോൾസെയിൽ സപ്ലയർ ഉണ്ടാവും. അവര് ഫാക്ടറിയിൽ നിന്ന് എന്താണ് പറയുക, ലോറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ടോ സാധനങ്ങൾ അവരുടെ ഹോൾസെയിൽ ഇൻവെന്ററിയിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് റീറ്റെയിലറുടെ വീട്ടിൽ എത്തി. ഈ റീറ്റെയിലർ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പും സൂപ്പർ മാർക്കറ്റിലും ആണ് ഈ സാധനം. അത്രയും ആൾക്കാരെ കൈ മാറിയിട്ടാണ് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം പറ്റുന്നത്. ഒരു പേസ്റ്റ് പോലും ആലോചിച്ച് കഴിഞ്ഞാൽ, പേസ്റ്റ് ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പേസ്റ്റ്, ഏത് കമ്പനിയുടെ പേസ്റ്റ്, അത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം പണ്ട് പിടിക്കും. ഇപ്പൊ ആ സമയം കുറച്ചുകൂടി കുറഞ്ഞു. എങ്ങനെ? ഈ മേലെ കാണുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, പേടിഎം, മോൾ, ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം സർവീസ് തരുമ്പോൾ അത് വീണ്ടും കുറഞ്ഞു. ഇത് ആർക്കാ കിട്ടുന്നു? എന്റെ മാരത്തൊരു കൺസ്യൂമർ, എന്റെ മാരത്ത് നിങ്ങളുടെ മാരത്ത് കൺസ്യൂമറിനകത്ത് കിട്ടുന്നു. നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് വരും. പക്ഷെ ഇതിലൊരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയാതെ വിട്ടുകളയുന്ന ഒരു കാര്യം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു
പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് 100 റുപ്യാണെങ്കിൽ ഞാൻ 100 റുപ്യ കൊടുക്കും. പക്ഷെ നമ്മൾ അത് അറിയണം, ഒരു ഫാക്ടറിയിൽ അത് ഉണ്ടാക്കാൻ, അതേ പ്രൊഡക്റ്റ് ആ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ എത്ര അതിന് കോസ്റ്റ് വരും? അതിന്റെ കോസ്റ്റ് വരുന്നത് വെറും 40%. അപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന 100 റുപ്യയിൽ 40% ഫാക്ടറിക്കാരന് പോകും. പിന്നെ 60% ആർക്കാ പോകും? 60% പോകുന്നത് മുഴുവൻ ഈ ഇടനിലക്കാർക്കാണ്. അതിന്റെ അർത്ഥം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാൾ കൂടുതൽ കാശ് മുഴുവൻ പോകുന്നത് ഈ മിഡിലായിട്ടുള്ള ആൾക്കാർക്കാണ്. ഈ സാധനം നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് പോകും. ഇതാണ് നോർമൽ ട്രഡീഷണൽ അല്ലെങ്കിൽ പരമ്പരാഗത സ്റ്റൈൽ ഓഫ് പർച്ചേസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് വളരെ നല്ലോണം അറിയാം, നമ്മൾ എല്ലാവരും ചെയ്തിരുന്ന ടൈപ്പ് മാർക്കറ്റിംഗ്. ഇതിന്ന് കുറച്ച് വ്യത്യസ്തമായ വിധത്തിലാണ് നമ്മൾ പുതിയ മാർക്കറ്റിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 100 റുപ്യ കൊടുക്കുന്നു, 40% ഫാക്ടറിക്ക് പോകുന്നു, 60% ഞാൻ ഇടനിലക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു. പക്ഷെ എന്റെ വരുന്ന കസ്റ്റമർ 100 റുപ്യ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കൊന്നും തിരിച്ച് കൈ കിട്ടുന്നില്ല. തിരിച്ച് കൈ കിട്ടുന്നു ആ പ്രൊഡക്റ്റ് മാത്രം. ഇനി എന്താ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചത്? പുതിയത് എന്താണ് വരുന്നത്? ഇപ്പൊ ഉള്ളതാണ്, പുതിയതൊന്നല്ല. ഇപ്പൊ പല കമ്പനികളും പല വിധത്തിലും യൂസ് ചെയ്യുന്നതാണ്. ആ ഇൻഡസ്ട്രീന്റെ പേര് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു ഫാക്ടറി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഫാക്ടറി നേരിട്ട് ആ കസ്റ്റമർക്ക് കൊടുക്കുന്നു. അതെങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ഇവിടെ സപ്ലയർ ആരാണ്? നേരത്തെ പ്രകാശ് പറഞ്ഞ മാതിരി ആംബെ ആണ് സപ്ലയർ. പറഞ്ഞാൽ ആംബെ ആണ് മാനുഫാക്ചറിംഗ് ഫാക്ടറി. ആംബെ ഫാക്ടറിയിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഉണ്ടായി വരുന്നത്. ഇത് 40% വീണ്ടും അവരുടെ കോസ്റ്റ്. അതെന്തായാലും നമ്മളെ കസ്റ്റമേഴ്സ് കൊടുത്തേ പറ്റും. കാരണം അത് അവർക്ക് വരുന്ന ചെലവാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന ചെലവുകളാണ് 40%. ആ 40% ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ 60% എങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്കറിയാം. ഇവിടെ ഞാനൊരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 100 റുപ്യ തന്നെയാണ് ചെലവാക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ 60% മേടിക്കാൻ വേറെ ഇടനിലക്കാരും. ഈ 60% നമ്മൾ കസ്റ്റമേഴ്സിനെ തന്നെ ആംബെ പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുക. ഇതിന്റെ അർത്ഥം ഞാൻ ഇത്രയും കാലം അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതിൽ ഞാൻ 60% എനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നത് എനിക്ക് 60% തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ടാക്കി തന്നിരിക്കുന്നു ആംബെ. അതും എങ്ങനെ? ഓൺലൈനിലൂടെ. എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്ത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് സാധനം എത്തിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ പോലും എനിക്ക് ചെലവ് വരുന്നില്ല. ഇതെങ്ങനെ ഈ 60% എനിക്ക് കിട്ടും? ഈ 60% കിട്ടുന്നതിന് നമ്മൾ പറയുന്ന വാക്ക് പ്രൊസ്യൂമർ. പ്രൊസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കൺസ്യൂമർ. ഞാൻ കൺസംഷൻ മാത്രമല്ല, ഞാൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ കൂടെ ഞാൻ ഈ കമ്പനിയായിട്ട്, ഈ ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ ആംബെ ആയിട്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് എത്തുക. അപ്പൊ ആ പാർട്ട്ണർഷിപ്പിൽ എത്താൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, നമ്മൾ പ്രൊഡക്ട്സ് മുഴുവൻ യൂസ് ചെയ്യാം. നമ്മളിപ്പോ എവിടെന്നോ മേടിക്കുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ആംബെന്നുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഇത് നമ്മൾ യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വേറെ വല്ലവർക്കും വെക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട്. നമ്മൾ എന്തായാലും അത് വേറെ ആളോട് പറഞ്ഞു. അത് ഒരു പിക്ചർ കാണുകയാണെങ്കിൽ നമ്മൾ പറയും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ നല്ലതാണെങ്കിൽ നമ്മൾ പറയും. നമ്മൾ തേക്കുന്ന എന്താണ് ടേസ്റ്റ് നല്ലതാണെങ്കിൽ അതിനെ പറ്റിയിട്ട്, ഇടുന്ന ഡ്രസ്സ് നല്ലതാണ്, ഇന്ന സ്ഥലത്തുനിന്ന് മേടിച്ച് നമ്മൾ പറയും ഡീറ്റെയിൽ. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു, ആംബെന്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റീസണും ഇല്ല ആംബെന്റെ പ്രൊഡക്ട്സ് എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റീറ്റെയിൽ ചെയ്തിരിക്കും. ഈ റീറ്റെയിൽ യൂസ് ചെയ്യുന്നതും റീറ്റെയിൽ ചെയ്യുന്നതിനൊക്കെയാണ് ഈ 60% നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇപ്പൊ പ്രൊഡക്റ്റ് ആംബെന്ന് മേടിക്കുന്നത്, അതേമാതിരി വേറെയുള്ള ആൾക്കാരും ആംബെന്ന് മേടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ടീമിൽ വരുമ്പോൾ എനിക്ക് ഈ 60% തിരിച്ചു കിട്ടാനുള്ള ഒരു വകുപ്പ് ആംബെ ഉണ്ടാക്കിയിരിക്കും. ഇത് തികച്ചും യൂണിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പാറ്റേൺ ആണ്. പക്ഷെ നമ്മളെ കൺസ്യൂമേഴ്സിന് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് വരാം. ഇത്രയും കാലം നമ്മൾ എത്ര ചെലവാക്കിയോ അത് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്ര 60% നമ്മൾ എത്ര നഷ്ടപ്പെടുത്തിയെന്നുള്ളത്. ഈ പ്രൊസ്യൂമർ ഞാൻ പറഞ്ഞു. പ്രൊസ്യൂമർ പറഞ്ഞ പ്രൊഫഷണൽ കൺസ്യൂമർ. ആംബെന്ന് പ്രൊഡക്ട്സ് ഡയറക്ട്ലി മേടിച്ച് ഞാൻ ആ 60% തിരിച്ചു കിട്ടാനുള്ള ശ്രമിക്കുന്നു. അതിനാണ് പ്രൊഫഷണൽ കൺസ്യൂമർ എന്നോ അല്ലെങ്കിൽ പ്രൊസ്യൂമർ എന്നോ. മറ്റേതെന്താണ്? കൺസ്യൂമർ. ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ പ്രൊഫഷണൽ കൺസ്യൂമർ ആയ എന്താ വ്യത്യാസം, എനിക്ക് കൺസ്യൂമർ ആവുമ്പോൾ എന്താ കിട്ടിയെന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഒന്നാമത്തെ കാരണം, വേൾഡ് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡിലുള്ള ഏറ്റവും നല്ല പ്രൊഡക്ട്സ്, ക്വാളിറ്റി വൈസ് ഏറ്റവും നല്ല പ്രൊഡക്ട്സ്
ആംബേയിലൂടെ നമുക്ക് കിട്ടും. അത് ഞാൻ പറയുന്നത്, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്, ആംബേയിലുള്ള പ്രൊഡക്ട്സ് ആ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേറെ പ്രൊഡക്റ്റുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റുന്നില്ല. അത്ര നല്ല പ്രൊഡക്ട്സ് ആണ് ആംബേ പ്രൊഡക്ട്സ്. പക്ഷെ നമുക്ക് കൺസ്യൂമർ ആകുമ്പോൾ എന്താ കിട്ടുന്നത്? സോസോ ക്ലാസ് പ്രൊഡക്ട്സ്. ഓക്കെ, എന്താണ് അവിടെ ഷെൽഫിൽ വെച്ചിട്ടുള്ള ആ ഷെൽഫിൽ വെച്ച് സാധനം വരിക. ചിലപ്പോൾ നമുക്ക് വേണ്ട ബ്രാൻഡ് കിട്ടിയില്ല വരും, ചിലപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി കിട്ടിയില്ല വരും, ചിലപ്പോൾ നമുക്ക് വേണ്ട ക്വാളിറ്റിയും കിട്ടിയില്ല വരും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ളതേ എടുത്ത് വരാൻ പറ്റും. അതാണ് ഒരു പ്രോബ്ലം. രണ്ടാമത് മണി ബാക്ക് ഗ്യാരണ്ടി. പണ്ടത്തെ ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞ് ഷോപ്പിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. എനിക്ക് പിന്നെ തിരിച്ച് ആ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കാൻ ഒരു വഴിയില്ല. അത് പ്രൊഡക്റ്റ് വന്ന് വീട്ടിൽ ഉപയോഗിക്കുക, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് അടുത്ത പ്രാവശ്യം, അടുത്ത തവണ മേടിക്കുമ്പോൾ വേറെ പ്രൊഡക്റ്റോ അല്ല വേറെ ബ്രാൻഡോ മേടിക്കാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആംബേന്ന് പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തെ സമയം, ആ 30 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. കാരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ആംബേ അത് തിരിച്ചെടുത്തോളും. പക്ഷെ ആ ടാക്സ് എത്രയാണ് ഡിഡക്ട് ചെയ്ത് അത് മാത്രം കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി ഏത് ഷോപ്പിൽ നിന്ന്, ഏത് മോളിൽ നിന്ന്, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ്. വേറെ എവിടെയും മണി ബാക്ക് ഗ്യാരണ്ടി വരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ എന്ത് വിലയാണോ കൊടുക്കുന്നത് ആ വിലയ്ക്കുള്ള പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പാണ് ആംബേയിലുണ്ട്. അപ്പൊ ആംബേ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതേമാതിരി ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നോർമൽ ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാൾ ക്വാളിറ്റി വൈസ് എത്രയോ നല്ലതാണ്, അത് ഉറപ്പാണ്. ഈവൻ കോസ്റ്റ് വൈസ് ഞാനൊരു എത്ര കാശ് ചെലവാക്കി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലും ആംബേ പ്രൊഡക്ട്സ് മേടിച്ച് ഞാൻ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ആംബേ പ്രൊഡക്ട്സ് ആണ് മച്ച് ചീപ്പർ ദാൻ പുറത്തുള്ള പ്രൊഡക്ട്സ് എന്ന് എനിക്ക് ഗ്യാരണ്ടി അടിച്ച് പറയാൻ പറ്റും. പക്ഷേ പുറത്തുനിന്നുള്ള സാധനം നമ്മൾ മേടിക്കുമ്പോൾ അതിലെന്താ എഴുതിയിട്ടുള്ള MRP, ആ MRP കൊടുക്കുക, അല്ലെങ്കിൽ അതിലൊരു 5-10 റുപ്യ കുറച്ച് തന്നിട്ട് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകാർ കുറച്ച് ഡിസ്കൗണ്ട് തന്നു വരും, അത് മേടിച്ച് മുന്നാണ്ടിരിക്കുക. നോ മണി ബാക്ക് ഗ്യാരണ്ടി ഓർ നോ കോസ്റ്റ്. എവിഡൻഷ്യൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു സാധനം ഏതൊരു പ്രൊഡക്റ്റും ആംബേ എന്ന് മേടിക്കുകയാണെങ്കിൽ അതിൽ പ്യുവർ കമ്പാരിസൺ ഉണ്ടാവും. പുറത്തുള്ള പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് കിട്ടാൻ പോകുന്നത്. വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പോയിന്റ്. അത് ശരിക്കും ഈ എവിഡൻഷ്യൽ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ്. അഞ്ചാമത്തെ പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നേരത്തെ കാണിച്ച സ്ലൈഡിൽ 60% തിരിച്ചു കിട്ടാനുള്ള വകുപ്പ് ഞാൻ. ഈ തിരിച്ചു കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 60% നമ്മൾ 100 റുപ്യ സാധനം മേടിക്കുമ്പോൾ 60 റുപ്യ എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഒരു മാസം ഒരു വർഷമോ എത്ര സാധനങ്ങൾ മേടിക്കുന്നുണ്ടോ അതിന്റെ 60% നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കാശ് നമുക്ക് ലാഭിക്കാമായിരുന്നു ഇത്രയും വർഷം. പക്ഷെ ഇവിടെ ആംബേ നിങ്ങൾക്ക് ആ 60% തിരിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് തരികയാണ്. ആ ചാൻസ് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമുക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഇവിടെ പറ്റുന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സൂപ്പർ മാർക്കറ്റും ഒരു മോളും റിലയൻസിൽ പോയാലും ടാറ്റയിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അവരെല്ലാവരും നമ്മുടെ കാശും നമ്മുടെ എന്താണ് പറയുക പേഴ്സും കാലിയാക്കാൻ ഇരിക്കുന്നില്ല. അല്ലാതെ അവർ നമ്മുടെ അക്കൗണ്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരല്ല. പക്ഷെ ഇവിടെ ആംബേ കൺസ്യൂമറെയും അവരെ പാർട്ട്ണർ ആക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി യൂണിക്, വെരി ഡിഫറെന്റ്. ആരാണ് ആദ്യ തവണ ഇവിടെ വന്നിട്ടുള്ളവർ അവർക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ഈ ബിസിനസ്സിൽ കയറി മനസ്സിലാക്കുക. പുറമേ നിന്ന് എല്ലാവരുടെയും നിന്ന് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അവർ കിട്ടുന്ന അഭിപ്രായം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഷോപ്പിംഗ് പാറ്റേണുള്ള ആ അഭിപ്രായം അവർക്ക് പറയാൻ പറ്റും. ആംബേയിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആംബേ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി എന്താണ്. അത് ശരിക്കും മനസ്സിലാക്കാനും പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കസ്റ്റമർ എത്തും. ഇടനിലക്കാർ ആരുമില്ല, അത് നേരിട്ട് കസ്റ്റമർ എത്തിക്കുക. അതിനാവശ്യമുള്ള എല്ലാ ഓൺലൈൻ ഫെസിലിറ്റീസും ആംബേന്റെ കയ്യിൽ. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീന്റെ കൺസെപ്റ്റ് തന്നെ, ഈ ഒരു പ്രത്യേക മോഡൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആംബെയാണ്. അതുകൊണ്ട് ആംബെക്ക് ഈ ബിസിനസ് മോഡലിനെ പറ്റി നല്ലോണം അറിയാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആംബെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതിലുണ്ട്. അവര് ഇത് ഈ ഇപ്പോഴത്തെ സമയത്തിനൊപ്പം
മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് പുതിയ പുതിയ ടെക്നോളജി കയ്യിൽ കൊണ്ടുവന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇ-കോമേഴ്സിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിലൂടെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ആംവേ ബിസിനസ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ ഇതൊരു പ്രഡിക്ഷൻ ആണ്, പ്രവചനമാണ്, വിച്ച് ഹാസ് ബീൻ ഗിവൻ ബൈ ഇന്ത്യൻ എക്സ്പ്രസ്. അത് പറയുന്ന 64,000 കോടി റവന്യൂ വരും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 2025 മീൻസ് 4 വർഷം കൂടി ഉള്ളൂ. 4 വർഷത്തിനുള്ളിൽ 64,000 കോടി ബിസിനസ് ആവുമെന്നാണ് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പാണ് ആംവേ. അതിന്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ. അത് ആവണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് ആവുന്നത് ഉറപ്പാണ്. ഇപ്പം തന്നെ നമ്മൾ വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വേറെ ബിസിനസ് സ്റ്റാൻഡേർഡ് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ വന്നു. അതും FISCCI പറഞ്ഞിട്ടുള്ള വലിയൊരു ഓർഗനൈസേഷൻ, KPMG പറഞ്ഞ വലിയൊരു ഇന്റർനാഷണൽ ഓഡിറ്റ് ഓർഗനൈസേഷൻ കൂടി അവർ അനലൈസ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 64,500 crore വെറും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരില്ലാതെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് നേരിട്ട് കസ്റ്റമറുടെ അടുത്ത് എത്തിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ റവന്യൂ ആണ് പറയുന്നത് 2025 64,500 കോടി ടച്ച് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം 64,500 കോടിയുടെ 60% തിരിച്ച് കസ്റ്റമേഴ്സിലേക്ക് വരികയാണ്. ആ ഒരു കസ്റ്റമറിൽ ഞാനൊരു കസ്റ്റമർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ആംവേനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എഴുതിയിട്ട് കൃത്യം ഏത് വർഷം എന്നുള്ളത്. ആംവേ 1959, വളരെ പഴയ കമ്പനിയാണ്. ഇത്രയും പഴയ കമ്പനി അന്ന് ഡയറക്ട് സെല്ലിംഗ് കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇത്രയും കാലം ഈ ഫീൽഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പൊ ലീഡേഴ്സ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതെങ്ങനെ 108 കൺട്രി, 108 ഇപ്പൊ അതിലും അധികം കൺട്രീസിൽ ആംവേ എത്തിക്കഴിഞ്ഞു. ആംവേ എത്താത്ത കൺട്രികളൊന്നുമില്ല, എല്ലാ കൺട്രീസിലും ആംവേ വരുന്നുണ്ട്. അതും എത്ര 2019 അനാലിസിസ് വെച്ചിട്ട് 64,000 കോടി അന്നേ ടച്ച് ചെയ്ത് കഴിഞ്ഞു ആംവേ. ദ ലാർജസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ടുവന്നത് ആംവേ. ഇപ്പം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ ജയൻസ് ആണ് ആംവേ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എഴുതിയിട്ടുള്ള പ്രൊഡക്ട്സ്, ന്യൂട്രലൈറ്റ്, ആർട്ടിസ്ട്രി, ആംവേ ഹോം കെയർ, അങ്ങനെ പലതരം പ്രൊഡക്ട്സ് ഉണ്ട്. പ്രൊഡക്ട്സിന്റെ തന്നെ പറയുന്ന ഇപ്പോൾ 170 മേലെ പ്രൊഡക്ട്സ് ആംവേ എല്ലാ മാസവും 2-3 പുതിയ പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ കണക്കില്ല എത്ര പ്രൊഡക്ട്സ് ആംവേന്റെ വരും. പിന്നെ ഇപ്പുറത്ത് കുറെ പിക്ചേഴ്സ് കാണുന്നുണ്ട്, സെലിബ്രിറ്റീസ്, സാൻഡ്ര ബുള്ളോക്ക് അല്ലെങ്കിൽ ജെനിഫർ ലോപ്പേഴ്സ് അല്ലെങ്കിൽ അസറാഫ് കോവൽ അല്ലെങ്കിൽ ബിൽ ക്ലിന്റൺ, ഇവരെ എല്ലാവരും എൻഡോസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആംവേ. അതിന്റെ അർത്ഥം ആംവേ പ്രൊഡക്റ്റ് അത്രയും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യാൻ മുന്നോട്ട് വരുന്നത്. ഫോബ്സ് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ മാഗസീനിലെ ആംവേന്റെ റേറ്റിംഗ് ഈസ് വെരി ഹൈ, ഭയങ്കര കൂടുതല. യൂറോ മോണിറ്റർ ഇന്റർനാഷണലും അതേമാതിരിയാണ് പറയുന്നത്. അതും പ്രത്യേകിച്ച് ആംവേന്റെ പല പ്രൊഡക്ട്സിനെയും വെച്ചിട്ട് അവർ പറയുന്നത് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ആംവേന്റെ. ആംവേ വേർഷൻ 2.0 ആംവേ വേർഷൻ 2.0 ആണ് ഇപ്പം നമ്മൾ നടന്നത്. 2.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇപ്പോഴത്തെ ടെക്നോളജിയും ഇപ്പോഴത്തെ ട്രെൻഡ്സും വെച്ചിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം, ഒരു ഫാക്ടറി ആംവേ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കാം, ഇപ്പോഴത്തെ ഇന്റർനെറ്റ് റെവല്യൂഷൻ വെച്ചിട്ട് എങ്ങനെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആംവേ ഓരോ വീടുകളിലും എത്തിക്കുന്നു. അതാണ് 2.0 ആൻഡ് ഇറ്റ് ഈസ് സംതിങ് വെരി അമേസിംഗ്. ഓക്കെ, ഇനി ആംവേനെ പറ്റി കുറച്ചും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംവേനെ പറ്റിയിട്ടുള്ള ശരിയായ ധാരണ കിട്ടുന്നത് ആംവേ എത്രത്തോളം നീങ്ങാം. ഇത്രയും നേരം പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആംവേ ഡയറക്ട് സെല്ലിംഗിലെ ഗ്ലോബൽ ലീഡർ. ഗ്ലോബൽ പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, മൊത്തത്തിൽ 108 കൺട്രീസിലും ആംവേ ഉണ്ട്, 108+ കൺട്രീസിലുണ്ട്. ഇവിടെ എല്ലാവരും നോക്കുകയാണെങ്കിൽ ആംവേ ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ നമ്പർ 1 കമ്പനി ഇൻ ദ വേൾഡ്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി 108+ മാർക്കറ്റ്സ്, 108 ഇപ്പൊ 108 അധികം ഉണ്ട് മാർക്കറ്റ്സിൽ ആംവേ ഉണ്ട്. ഉള്ള കയറിയ മാർക്കറ്റിൽ നിന്നും ആംവേ പുറത്ത് പോയിട്ടില്ല. അതിന്റെ അർത്ഥം 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓവർ നിങ്ങൾ നോക്കും, ഇതാണ് ടേൺ ഓവർ, 64,000 കോടി ടേൺ ഓവർ. സോ ഇത്രയും ടേൺ ഓവർ ഉള്ള ഒരു കമ്പനീന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ വരുന്നത്. ഐ എം റിയലി പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം റെപ്രസെന്റിങ് ആംവേ. പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് എങ്ങനെ ആംവേ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട് മധുരയിൽ. അതും മേക്ക് ഇൻ ഇന്ത്യ പോളിസി, ഗവൺമെന്റ് അപ്രൂവ് മേക്ക് ഇൻ ഇന്ത്യ പോളിസി വെച്ചിട്ട് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഗവൺമെന്റ് എന്ത് പറയുന്നു ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എത്തിക്സും ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആംവേ. നെക്സ്റ്റ്,
എന്തുകൊണ്ടാണ് ആംബെ പ്രൊഡക്ട്സ് ഇത്ര ഹൈ ക്വാളിറ്റി? ദർ ഇസ് എ ബിഗ് റീസൺ. അതിനൊരു വലിയൊരു കാരണമുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ആൾക്കാരുടെ എഫേർട്ടും എമൗണ്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ 450ഓളം സെൽഫ് മാനുഫാക്ചർ ആംബെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സും അതിന് 1000ഓളം വരുന്ന ഇന്റർനാഷണൽ പാറ്റൻസ്. ആ 1000ഓളം ഇന്റർനാഷണൽ പാറ്റൻസിന് വേണ്ടി വളരെ വലിയൊരു സയന്റിസ്റ്റിന്റെ ഗ്രൂപ്പ് തന്നെ അവർക്ക് വേണം. അതിന് 1000ഓളം സയന്റിസ്റ്റും ഇവരെ കയ്യിലുണ്ട്. ഈ റിസർച്ച് ലാബ് പറഞ്ഞ 75ഓളം റിസർച്ച് ലാബ്സ് ഉണ്ട്. ഈ റിസർച്ച് ലാബ്സും ഈ സയന്റിസ്റ്റും വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, എത്ര കാശ് കൂടുതൽ കൊടുത്താലും കിട്ടാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ആണ് ആംബെയിൽ ഇവിടെ. അപ്പൊ ഇതിന് വേറെ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. Among top 50 of Forbes list of largest privately held company, private companies വെച്ചിട്ട് ടോപ്പ് 50 കമ്പനികളിൽ വെച്ചിട്ട് ആംബെ നിൽക്കുന്നു അമേരിക്കയിൽ. അത്രയും വലിയൊരു കമ്പനിയുടെ പ്രസന്റേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ 1 പറയുന്നത്? നമ്പർ 1 ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ 3-4 സ്ലൈഡിൽ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എങ്ങനെ കൺസ്യൂമറിന്റെ അടുത്തേക്ക് ഡയറക്ട്ലി പ്രൊഡക്ട്സ് എത്തിക്കുന്നു, ആ ഇൻഡസ്ട്രിയിൽ ടോപ്പ് ഈസ് ആംബെ. കാരണം ആംബെ ഈസ് ദ ലീഡേഴ്സ്. ആംബെ ആണ് ഈ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്ന കമ്പനി. സെക്കൻഡ്, നമ്മുടെ പ്രൊഡക്റ്റ് ന്യൂട്രലൈറ്റ് ഈസ് നമ്പർ 1 ഇൻ ദ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ഫീൽഡ്. ഇപ്പോഴത്തെ കൊറോണ പാൻഡമിക് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഇസ് ബീങ് ഡിസ്കസ്ഡ്. ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന അതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ല വിധത്തിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനത്തെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ നമ്മുടെ ദേഹത്തിന്റെ ഉള്ളിൽ ചെല്ലണം, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾ ഇതിൽ വന്നാൽ അറിയാൻ പറ്റും. ന്യൂട്രലൈറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ഹയസ്റ്റ് സെല്ലിംഗ് ടോപ്പ് ക്ലാസ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്. അത് ന്യൂട്രലൈറ്റ് ആണ്. അതാണ് നമ്പർ 1. ദെൻ നെക്സ്റ്റ്, കോസ്മെറ്റിക്സ്, സ്കിൻ കെയറിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ്, ആർട്ടിസ്ട്രി ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഈസ് ഇന്ത്യൻ, ആർട്ടിസ്ട്രി പുറത്തുനിന്ന് വരുന്നു. ആർട്ടിസ്ട്രി വായിട്ട ഒരു പ്രൊഡക്ട്സ് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇറ്റ്സ് നോട്ട് ദർ ഇൻ ദ മാർക്കറ്റ്. പലരും പല ബ്രാൻഡും പല കമ്പനിയും പറയുന്നത് അതൊക്കെ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് ആൾക്കാർ മയങ്ങി വീഴുന്നതാണ്. ഞാനന്ന് ഒരാൾക്ക് പോയപ്പോൾ എന്നോട് ഒരു ബ്രാൻഡിനെ പറ്റി പറഞ്ഞു, ആ ബ്രാൻഡാണ് നല്ലത്. എനിക്ക് ചിരി വരായിരിക്കും. കാരണം ആർട്ടിസ്ട്രി ആയിട്ട് ആ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റും. അത്രയും വ്യത്യാസമുള്ള ആ ബ്രാൻഡിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. കിച്ചൺ വെയർ ആംബെ ക്ലീൻ, ഇറ്റ് ഈസ് റിയലി ക്ലീൻ. റാണിയാണ് കിച്ചൺ വെയർ. അത്രയും നല്ലൊരു കുക്ക് വെയർ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആൻഡ് ആ കുക്ക് വെയർ പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരത്തെ ഒരു കുക്ക് വെയർ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ എവിടെ പോയാലും കിട്ടാൻ പറ്റില്ല. കാരണം അതിൻ്റെതായ സ്പെസിഫിക് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റി മുഴുവൻ പാറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് വേറെ ആർക്കും അത് കോപ്പി ചെയ്യാൻ പോലും പറ്റില്ല. 4ാമത്തെ ഐറ്റം, അറ്റ്മോസ്ഫിയർ, ക്രിയേറ്റിംഗ് ഹവോക്ക് ഇൻ ദ മാർക്കറ്റ്. കാരണം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ള കറക്റ്റ് ടൈമിലാണ്. പൊല്യൂഷനെ കീപ്പ് അവേ ചെയ്യാനുള്ള എയർ പ്യൂരിഫയർ, അറ്റ്മോസ്ഫിയർ വന്ന കാർ പ്യൂരിഫയർ ഉണ്ട്, റൂംസിൽ വെക്കാനുള്ള മിനി പ്യൂരിഫയേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എങ്ങനെയാണ് ഈ പൊല്യൂഷൻ നമ്മൾ രക്ഷിക്കുക. അതിനുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി ആംബെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഗുണം തരുന്ന വേറൊരു എയർ പ്യൂരിഫയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രത്തോളം പറഞ്ഞു. ഇതാണ് ആംബെന്റെ പ്രൊഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂട്രലൈറ്റ് പറഞ്ഞിട്ടുള്ള ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ് ഉണ്ട്, ആർട്ടിസ്ട്രി പറഞ്ഞിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ട്, അതിന് ന്യൂട്രലൈറ്റിൽ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ് വരുന്നുണ്ട്, ആയുർവേദ പ്രൊഡക്ട്സ്, അതുകൂടാതെ ആറ്റിറ്റ്യൂഡ് കസ്റ്റമർ പ്രൊഡക്ട്സ് വരുന്നുണ്ട്, എക്സസ് എനർജി പ്രൊഡക്ട്സ് വരുന്നുണ്ട്, സ്പോർട്സിനും ആവശ്യമുള്ള എല്ലാ കാര്യത്തിനും ആംബെ ക്യൂൻ ഉണ്ട്, കുക്ക് വെയർ, ദെൻ ആംബെ ഹോം കെയർ ഉണ്ട്, ദ ബെസ്റ്റ് ഓഫ് ദ ഹോം കെയർ. കാരണം ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഹോം കെയർ മാറ്റി വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഇല്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും സാധനം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ബുദ്ധിമുട്ടിലാവും. നമുക്ക് പറ്റുന്നില്ല വേറൊരു പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ. ആംബെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ഒരു പ്രാവശ്യം നമ്മൾ ആംബെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഇഷ്ടമില്ലാതെ വരും. ആംബെ ഹോം കെയർ സെയിം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ കെയറിന്റെ അതേമാതിരത്തെ പ്രൊഡക്റ്റ്. പിന്നെ അറ്റ്മോസ്ഫിയർ. അങ്ങനെ പലതരം പ്രൊഡക്ട്സ് ഇനിയും വരാൻ കിടക്കുന്നില്ലാണ്. ഇന്ത്യയിലേക്ക് ഇനിയും പല പ്രൊഡക്ട്സും വരാൻ കിടക്കുന്നു. ഇതിപ്പോ ജസ്റ്റ് ഉള്ള 170+ പ്രൊഡക്ട്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. ടോട്ടൽ 450ഓളം പ്രൊഡക്ട്സ് ആംബെന്റെ സ്വന്തം പ്രൊഡക്ട്സ് വരാൻ പോകും. അതൊക്കെ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടീമും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നന്നായി മുന്നോട്ട് പോകും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ഞാൻ എത്ര നേരമായി പറയുന്നു. ഈ ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, എന്താണ് എന്റെ റോള്? ഒന്നുമില്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്ന റോൾ തന്നെ ഉള്ളൂ. ഒന്ന്,
നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാറ്റി ആംബേനെ മേടിച്ച് യൂസ് ചെയ്യും. വേൾഡ് ക്ലാസ് പാറ്റന്റ് പ്രൊഡക്ട്സ്, ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഉപയോഗിക്കാം. അത്ര അറിയാവുള്ളൂ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടും പിയേഴ്സിനോടും കാണുന്നവരോടൊക്കെ പറയും ഈ പ്രൊഡക്റ്റാണ് നല്ലത്, എനിക്ക് വേറൊരു പ്രൊഡക്റ്റും ഇതിനേക്കാളും നന്നായി തോന്നുന്നു. അതുതന്നെയാണ് ഈ ബിസിനസ്സിനും ചെയ്യേണ്ടത്. എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായ വേറെയുള്ളവരോട് പറഞ്ഞ് അവരോടും ആ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ പറയുക. മൂന്നാമത്തത്, ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എവിടെ? ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് 104 കൺട്രീസ് 108 കൺട്രീസ് ഞാൻ പറഞ്ഞു. അതിൽ കൂടുതൽ ഇപ്പം എല്ലാ ഓരോരോ കൺട്രീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എവിടെ? നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ അകത്ത് ഇപ്പൊ ഇരുന്നുകൊണ്ട് നമുക്ക് ആ കൺട്രിയിലേക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല. അതിപ്പോ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. ബ്രാൻഡ് ചേഞ്ച് ആണ് മെയിൻ പോയിന്റ്. നേരത്തെ പറഞ്ഞ സ്ലൈഡിലെ ആദ്യത്തെ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഈ മറച്ചു വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് ഷോപ്പിൽ നിന്നാണോ മേടിച്ച് യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്ട്സ് എല്ലാതും മാറ്റി വെച്ച് നമ്മൾ ആംവേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. ആംവേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്ത പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി എന്തായിരിക്കും. അത്രയും ഞാൻ പറയുന്നുള്ളൂ, അതിലപ്പുറം ഞാൻ പറയുന്നില്ല. കാരണം അത്ര ഡിഫറൻസ് ആണ് ആംവേ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് ബാക്കിയുള്ളത് വരുന്നത്. നിങ്ങൾ വേറെ ആളോട് പറയണം ഈ പ്രൊഡക്ട്സ് നല്ലതാണ്. നുണ പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇഷ്ടമായാൽ മാത്രം വേറെ ഒരാളോട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിട്ട് അവരോട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്സിൽ വരുന്നത്. എന്താണ് ബെനിഫിറ്റ്സ്? ജോയിനിങ് ഒരു ഫീസും ഇല്ല. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണം പറഞ്ഞാൽ ഫീസ് ഒന്നും തന്നെയില്ല. നിങ്ങൾ ജോയിൻ ചെയ്യുക, പേര് കൊടുക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾ ആരെയാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അവരോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞുതരും എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽസ് കൊടുത്ത് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രൊഡക്ട്സ് മേടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലോയൽറ്റി പോയിന്റ്സ് കിട്ടിത്തുടങ്ങും. ഓരോ പ്രാവശ്യം പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് വാല്യൂ വന്ന് 100 റുപ്പീസിന് പോയിന്റ് വാല്യൂ 100 PV വന്ന് ഓരോ പോയിന്റ് വാല്യൂ കിട്ടായി 80 റുപ്പീക്ക് ഒരു പോയിന്റ് വെച്ചിട്ട് കിട്ടാൻ തുടങ്ങും. 100% സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച പ്രൊഡക്റ്റ് എന്താണോ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് 100% ഷുവറാണ്. നാലാമത്തെ പോയിന്റ്, ട്രേഡ് ഡിസ്കൗണ്ട്സ്. നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ MRPന്ന് 10-15% കുറച്ചിട്ടായിരിക്കും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫ്രീ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ബോണസസ് ആണ് ഇതിലെ മെയിൻ ബിസിനസ്. ആ ബോണസിലാണ് ഈ ആംബേവിയുടെ ആൾക്കാർ നല്ല നല്ല ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ കാണാത്ത ജീവിത രീതികൾ നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ ലോകത്ത് എവിടെയും പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം സമയ ലിമിറ്റുകളുണ്ട്, ഞാൻ പറയുന്നില്ല. എന്താണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്? ആംബേയിൽ രജിസ്റ്റർ ചെയ്യൂ, ആംബേനെ പറ്റി ഷെയർ ചെയ്യൂ, വേറെ ടീമിനെ ഉണ്ടാക്കി അവരും ആംബേ പ്രൊഡക്ട്സ് മേടിക്കും, അവരും നിങ്ങൾ ചെയ്ത് അതേമാതിരി തന്നെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് തന്നെ മുന്നോട്ട്. എങ്ങനെ ബിസിനസ് മോണിറ്ററി ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ ഇനി അടുത്ത് വരുന്ന സ്ലൈഡ്സിൽ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് കോളത്തിൽ വരുന്ന ടേൺ ഓവർ വിത്ത് ടാക്സ്. നിങ്ങൾ ഒരു മാസം എത്ര എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നു അതാണ് ആ കോളത്തിൽ കാണിക്കുന്നത്. മറ്റേ ടേൺ ഓവർ വിത്തൗട്ട് ടാക്സ്, ടാക്സ് ഇല്ലാതെ അത് എത്ര വരുന്നതാണ് കാണിക്കുന്നത്. പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 റുപ്പീക്ക് ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇവിടെ കണക്ട്. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ല, താഴെ നോക്കി 200 PV 16,000. 80 റുപ്പീസിന്റെ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. നാലാമത്തെ കോളത്തിൽ നിങ്ങൾ കാണുന്ന ബോണസാണ്. നിങ്ങളും നിങ്ങളുടെ ടീമും കൂടി എത്ര പർച്ചേസ് ചെയ്യുന്നു അതിന്റെ ബോണസ് നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ ബോണസ് ആണ് 3% മുതൽ നിങ്ങൾക്ക് 21% വരെ ബോണസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബോണസ് കിട്ടിക്കൊണ്ടിരിക്കും. 20,000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് 450 രൂപ. 20,000 രൂപയുടെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് മേടിക്കുന്നതല്ല പറഞ്ഞ് നമ്മൾ നമ്മുടെ ടീമും കൂടിയിട്ട് 20,000 രൂപ മേടിക്കും. അതല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ 10 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് മേടിക്കും. 10 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു മാസം മേടിക്കാൻ പറ്റും. അത് നമ്മുടെ കുറെ ടീമും എല്ലാവരും കൂടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് വീട്ടിലേക്ക് മേടിക്കുമ്പോൾ ഞാൻ 21% എത്തുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻകമാണ് ഈ കാണുന്നത് 1,68,000 രൂപ ഒരു മാസം. അത് വലിയൊരു എമൗണ്ട് ആണ്, നോട്ട് എ സ്മോൾ എമൗണ്ട്. ഓക്കെ, പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് അവരോട് ചോദിക്കുക എങ്ങനെയാണ് ആംബേയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത്
സ്റ്റാർട്ട് യൂസിങ് ആംബേ പ്രോഡക്ട്സ്. ആംബേ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് അതിന്റെ ഗുണം മനസ്സിലാക്കുക, അതിന്റെ ഗുണം മനസ്സിലാക്കി ബാക്കിയുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. അവരും അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലെവൽ 3% മുതൽ 21% വരെ നിങ്ങൾ എത്തിപ്പെടും. ഇനി ഒരു എക്സാമ്പിൾ 3 സ്ലൈഡ്സും കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞാൽ നമുക്കൊരു വിവരം കിട്ടും. എന്തായാലും ഈ പറയുമ്പോൾ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായില്ല വരും, കണക്കും കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട. ആരും ഞാനടക്കം ഈ ബിസിനസ് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ മെല്ലനെ നമ്മളത് മനസ്സിലാക്കി, പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത്. അതേമാതിരി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഈ ബിസിനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കും. ഒരു ഫാമിലി 10,000 രൂപയ്ക്ക് എന്തെങ്കിലും മേടിച്ചാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? 1,875 രൂപ, 1,875 റുപ്പീസിന്റെ മാർജിനും ഡിസ്കൗണ്ട് ആവറേജും CSIയും വന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റും. അതൊരു മാസത്തെ കാര്യമാണ്. അങ്ങനെ 1,875 റുപ്പീസ് കിട്ടുന്ന ആൾക്ക് വർഷം അവർക്ക് എത്രയാണ് കിട്ടുന്നത്? 22,500 റുപ്പീസ് ഇയർലി ഇൻകം നമുക്ക് കഴിക്കും. എന്താ നിങ്ങൾ ചെയ്തത്? ഇത്രയും കാലം ചെയ്യുന്നതന്നെ നിങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിന് പകരം നിങ്ങൾ ഫാമിലിയിൽ നിന്ന് മേടിക്കാം. ഫാമിലിയിൽ നിന്ന് മേടിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് 22,500 രൂപ കിട്ടാൻ തുടങ്ങി. ഇതാണ് വ്യത്യാസം വന്നത്. ഇനി നിങ്ങളുടെ ടീം വന്നില്ല, നിങ്ങൾ അതേമാതിരി 10 ഫാമിലീസ് ഉണ്ട്, അവരും ഇതേമാതിരി 10,000 മേടിക്കുന്നു. നിങ്ങളുടെ ടീമിന്റെ ബിസിനസ് പറഞ്ഞാൽ 1 ലക്ഷം. പക്ഷെ നിങ്ങൾക്ക് അപ്പൊ കിട്ടുന്ന പേഴ്സണൽ ഇൻകം, ആ ഒരു മാസം കിട്ടാൻ പോകുന്ന പേഴ്സണൽ ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ 1,875 മാറിയിട്ട് 6,675 ഓരോ മാസം കിട്ടാൻ. ഇത് വലിയൊരു സേവിങ്സ് ആണ്, ഞാൻ പറയുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ വർഷം നിങ്ങൾക്ക് കിട്ടുന്നത് 18,100 റുപ്പീസ്, വിച്ച് ഇൻക്ലൂഡ്സ് റീറ്റെയിൽ മാർജിൻ, ട്രേഡ് ഡിസ്കൗണ്ട് പ്ലസ് CSI എല്ലാതും അടങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാശാണ് 80,100. നിങ്ങളിപ്പം നിങ്ങളെ വിളിച്ചിട്ടുള്ള നിങ്ങൾ ആരാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, ഇതിൽ കൂടുതൽ കിട്ടാൻ പറ്റും. പക്ഷെ എങ്ങനെ കിട്ടാൻ പറ്റുന്നത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യം പറയും. ഇനി 100 ഫാമിലീസ്, നിങ്ങളുടെ ടീമിൽ 100 ഫാമിലീസ് ഉണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാൻ തുടങ്ങി, നിങ്ങൾ ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി, അവരും മേടിക്കാൻ തുടങ്ങി. അങ്ങനെ മേടിച്ച് 100 ഫാമിലീസ് മേടിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപേന്റെ പ്രൊഡക്ട്സ് നിങ്ങൾ മേടിച്ചു വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാസം കിട്ടാൻ പോകുന്ന വരുമാനം 1,00,000 അടുത്തില്ലായിരിക്കും. അതെന്തായാലും ആർക്കും പറയാൻ പറ്റില്ല, അച്ചടീയമാണ്. അത് വലുത് തന്നെ. അതിന്റെ അർത്ഥം എനിക്ക് വർഷം കിട്ടാൻ പോകുന്ന 19 ലക്ഷമാണ്. അത്രയും എമൗണ്ട് കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ആംബേന്ന് പ്രൊഡക്ട്സ് മേടിക്കുന്നു, യൂസ് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, വേറെ വല്ലവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, അവരും അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 60% തിരിച്ചു കിട്ടാനുള്ളൊരു വകുപ്പുണ്ട്. ഇനി ആംബേ ഇത്രയും വർഷമായിട്ട് വേൾഡ് വൈഡ്, ഓൾ ഓവർ ദ വേൾഡ് എത്രയാണ് ഇങ്ങനത്തെ കൺസ്യൂമേഴ്സിനും കസ്റ്റമേഴ്സിനും പ്രൊഫഷണൽ കൺസ്യൂമേഴ്സിനും പേ ഔട്ട് ആയിട്ട് കമ്മീഷനായിട്ട് കൊടുത്തിട്ടുള്ളത്? 4.3 ലക്ഷം കോടി കാശ് കൊടുത്തിട്ടുള്ളത് കമ്മീഷനായിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ മാത്രം എടുത്ത് നോക്കുമ്പോൾ 6,500 crores ആണ് പേ ചെയ്തിട്ടുള്ളത് കൺസ്യൂമേഴ്സിന് കമ്മീഷനായിട്ട്. ഇത്രയും വലിയൊരു സംരംഭത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി ഈ 2 ഫോട്ടോ കാണുന്നത് ഫസലുദ്ദീൻ ആൻഡ് സോഫിയ. ഇവര് കാരണമാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഈ പ്രസന്റേഷൻ കാണിച്ചു തരാൻ. കാരണം ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അബദ്ധങ്ങൾ അവർ ചെയ്തു, അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ബിസിനസ്സിൽ നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെന്റേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇവിടെ ഞാൻ പറയുന്നു, എനിക്ക് കിട്ടിയിട്ടുള്ള മെന്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദം. അങ്ങനത്തെ ഒരു മെന്റേഴ്സിനെ എനിക്ക് കിട്ടിയതും എനിക്ക് കാണാൻ പറ്റിയതും അവർ പറഞ്ഞു തരുമ്പോൾ അവർ മനസ്സിലാക്കി ഈ ബിസിനസ്സിലേക്ക് കയറാൻ പറ്റിയത് ദൈവ സഹായം. അത് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഫസലുദ്ദീൻ മൾട്ടിനാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നാണ്. അറ്റ് യങ് ഏജ് റിട്ടയർമെന്റ് എടുത്ത് കംപ്ലീറ്റ്ലി ആംബേ ബിസിനസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഷണലി ആൻഡ് ഇന്റർനാഷണലി നമുക്ക് ബിസിനസ് പുറമേയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഫസലുദ്ദീൻ. ഇന്ത്യയിലും മലേഷ്യയിലും ഒക്കെ ബിസിനസ് ഉണ്ട്. ഇവര് ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു വിമൻസ് ടീമുണ്ട് ഇപ്പൊ കൂടെ ഇരുന്ന്, അവരെല്ലാരും കൂടി ഈ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾ ഏത് ബിസിനസ് സ്വന്തം തുടങ്ങാൻ തീരുമാനിച്ചാലും കിട്ടാൻ പോകും. അത് കിട്ടുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രം. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വേണമെങ്കിൽ നിങ്ങൾ ഗോ ഫോർ ദ ടോപ്പ് നമ്പർ 1 ആംബെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യേണ്ടതാണ് ഞങ്ങൾ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ നാഷണൽ മെന്റേഴ്സ് സുമീത് ആൻഡ് താന്യ ബാബു.
ഇവർ രണ്ടുപേരും ആരാണ്? കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. പഠിച്ചത് അവർ USA അവിടെ തന്നെ വലിയ വലിയ കമ്പനീസിൽ അവർ കോർപ്പറേറ്റ് കമ്പനീസിൽ MNCസിൽ ജോയിൻ ചെയ്തു. അവിടെ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയിലായിരുന്നു, നല്ല ഹൈ ലെവലിലായിരുന്നു. അവർ ആംബേ ബിസിനസ് അന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ആംബേ ഇന്ത്യയിൽ കയറിയോ 1998 കയറിയോ ആ സമയം മുതൽ ആംബേയിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അമേരിക്കയിൽ നല്ല ജോലി കളഞ്ഞ് തിരിച്ചു വന്ന് ആംബേ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇവരാണ്. നമ്മുടെ എൻറ്റയർ ടീമിനെ മെന്റർ ചെയ്യുന്നതും നമ്മൾ ഗൈഡൻസ് തരുന്നതും എങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാ വശങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ആൾക്കാരാണ്. ഇത് പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ ബിസിനസ്സിൽ ഞങ്ങൾ എപ്പോഴും വിൽ ബി ദ ബെസ്റ്റ്. ഓൾ ദ ബിഗ് സല്യൂട്ട് ടു സുമീത് ആൻഡ് താനിയ ബന്ദു. ഈ ഫോട്ടോസ് മുഴുവൻ കാണും. ഇവരൊക്കെ ഇതേമായിട്ട് സക്സസ്ഫുൾ മെന്റേഴ്സ് ആണ്. അവർ ഓൾറെഡി ആംബേ ബിസിനസ് നന്നായി ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ കൂടെ വലിയൊരു ടീമുണ്ട്. അവരെ പല ഫാമിലീസിനും ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയൊരു സപ്പോർട്ട് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ് ബ്രിറ്റ് വേൾഡ് വൈഡ്. ആ ബ്രിറ്റ് വേൾഡ് വൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും. അവരാണ് പ്ലാൻ ചെയ്ത് തരുന്നത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം വേറെ ഏത് കമ്പനിയിലും ഉണ്ടാവും. ഇപ്പൊ എനിക്കൊരു പ്രൈവറ്റ് കമ്പനി പുറത്ത് തുടങ്ങണം പറഞ്ഞാൽ ആരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ? എന്റെ കമ്പനീനെ എങ്ങനെ നശിപ്പിച്ച് കളയാൻ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. എന്റെ കമ്പനീനെ എങ്ങനെ നന്നാക്കി തരണം പറയാൻ എത്ര ആൾക്കാർ കിട്ടും. പക്ഷെ ഇവിടെ ആംബേയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ എങ്ങനെ നന്നാവണം എന്ന് നോക്കി നടത്തുന്ന ആൾക്കാർ അവരെ കൂടെ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ നന്നാവും. ആംബേയും ബ്രിറ്റ് വേൾഡ് വൈഡും ഫസലുദ്ദീൻ സോഫിയനുമായിട്ട് മെന്റേഴ്സ്, അല്ലെങ്കിൽ സുമിത് താനിയ ബദൂറിനുമായിട്ട് മെന്റേഴ്സ് ഉള്ള ടീം ഉണ്ടെങ്കിൽ ഏതൊരാളും ഇപ്പൊ എന്താണെന്ന് നോക്കണ്ട, ഇപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണ്ട, ഈ ആംബേ ബിസിനസ്സിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും എന്നുള്ളത് 100% ഗ്യാരണ്ടി. ലാസ്റ്റ് ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ടൈം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ജോലി എടുക്കുന്നുണ്ടോ, ബിസിനസ് ചെയ്യുന്നുണ്ടോ, എല്ലാം ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം. കുറച്ച് സമയം, അല്ലാതെ ഒരു ദിവസം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പറയുന്നില്ല, ചെലവഴിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തത് മുഖ്യമായിട്ട് ഞാൻ പറയാം, ഫസ്റ്റ് അതന്നെ വരണം. പ്രൊഡക്ട്സ്, ആംബേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മനസ്സിലാക്കണം. ആ പ്രൊഡക്ട്സിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കണം. പുറത്തുള്ള പ്രൊഡക്ട്സും ഇതും തമ്മിൽ എന്താ വ്യത്യാസം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യണം, റീറ്റെയിൽ ചെയ്യണം, അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച് അവര് മേടിച്ച് അവര് യൂസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വരും. അങ്ങനെ ആംബേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കുറെ ഡയറക്റ്റ് സെല്ലേഴ്സിനെ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക, എപ്പോഴും പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വേണം. ആ മെന്റർ എന്ത് പറയണോ അത് കണ്ണും കൂട്ടി വിശ്വസിച്ച് മുന്നോട്ട് ചെയ്യുക. കാരണം മെന്റർ ഒരിക്കലും ഞാൻ തകരാൻ വേണ്ടിയിട്ട് ഒന്നും പറയില്ല. എന്റെ ബിസിനസ് നന്നായാലേ നന്നാവാനുള്ള കാര്യങ്ങൾ എന്റെ മെന്റർ പറയുള്ളൂ. ആ ഒരു വിശ്വാസത്തിൽ മെന്റർ എന്ത് പറയുന്നു അത് കണ്ണും കൂട്ടി ചെയ്യുക, മുന്നോട്ട് പോകാൻ നോക്കുക. ഈ ബിസിനസ്സിൽ ആർക്കും വരാം. ഇപ്പൊ എന്താണ് നിങ്ങൾ ആരും നോക്കണ്ട. നിങ്ങൾക്ക് ആ പറഞ്ഞ 5 സാധനങ്ങൾ, ആദ്യം പറഞ്ഞ 5 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഇപ്പം തന്നെ ചേരുക. ആരാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരോട് താങ്ക്സ് പറഞ്ഞു വേഗം അവരുടെ ഹെൽപ്പ് മേടിച്ച് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നോക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബാക്ക് ടു പ്രകാശ്. താങ്ക്സ് എ ലോട്ട്.